ഇത്രയും മനോഹരമായിട്ടുള്ള പൂപ്പന്തൽ കാണാനായിട്ട് നിങ്ങൾ ഇനി എത്തിയില്ലേ? നമ്മുടെ തൃശ്ശൂർ പെരിങ്ങോട്ടേരിയിലുള്ള ആവണങ്ങാട്ട് കളരി വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഇവിടെ 3 ദിവസങ്ങളായിട്ട് നടക്കുന്ന വെള്ളാട്ട് മഹോത്സവത്തിൻ്റെ പ്രത്യേകതകളൊന്നാണ് കേട്ടോ ഈ മനോഹരമായിട്ടുള്ള പൂപ്പന്തൽ. ആവണങ്ങാട് ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം മുതൽ കാർ പാർക്കിംഗ് ഏരിയ വരെ പൂക്കൾ കൊണ്ട് വർണ്ണശബളമാക്കിയിരിക്കുകയാണ്. ചിട്ടി, ജമന്തി, മല്ലിപ്പൂ എല്ലാം കോർത്തിണയിക്കൊണ്ട് കണ്ണിൽ കുളിർമയേകുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പം വലിയൊരു കാർ പാർക്കിംഗ് ഏരിയ തന്നെ ആവണങ്ങാട് വിഷ്ണുമായ ക്ഷേത്രത്തിന് എടുത്ത് പറയാനുണ്ട്. ഇനി രണ്ടാമത്തെ വലിയൊരു ലൈറ്റ് പന്തലാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഈ വർഷത്തെ വെള്ളാട്ട് മഹോത്സവത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് മാർച്ച് 1-ാം തീയതി. രാത്രി വലിയ തിരക്കൊന്നുമില്ല, പക്ഷേ അത് ഞാനെത്തുന്നതിന് മുന്നേ നല്ല തിരക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ ലൈറ്റ് പന്തലും കഴിഞ്ഞ് ആവണങ്ങാട്ട് തിരുമുറ്റത്തേക്ക് നമ്മളിങ്ങനെ നടന്നു നീങ്ങുമ്പോൾ അവിടെ ഗണപതിയുടെ മറ്റൊരു ഗോപുരം വെച്ചുകൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒരു അമ്പലം പണിഞ്ഞ് അതിനുള്ളിൽ ഗണപതിനെ ഇരുത്തിയിരിക്കുകയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും അത് കാണുമ്പോൾ. ഇതിലും ഏറെ വൈവിധ്യങ്ങളായിട്ടുള്ള വെള്ളാട്ട് മഹോത്സവ കാഴ്ചകൾ ക്ഷേത്രത്തിന് അകത്ത് നടക്കുന്നുണ്ട്. ആ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ നടന്നെടുക്കുന്നത്. പുറം കാഴ്ചകൾ ഇത്ര മനോഹരമാണെങ്കിൽ അകത്ത് ഇതിലും ഗംഭീരമായിരിക്കുന്നുള്ളവർ യാതൊരു സംശയമേ വേണ്ട. ആവണങ്ങാട് വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. തറവാടിൻ്റെ അകത്ത് നടക്കുന്ന വെള്ളാട്ട് മഹോത്സവത്തിൻ്റെ കുറേ നല്ല മനോഹരമായ കാഴ്ചകളുണ്ട്. ഈ പോകുന്ന വഴിയിൽ ഇനി കുരുത്തോലപ്പന്തലിനോട് നടുവിലൂടെയാണ് നമ്മൾ നടന്ന് ആവണങ്ങാട് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നത്, തറവാടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. അവിടെ വിവിധ വെള്ളാട്ട് മഹോത്സവ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാഴ്ചകൾ കുറച്ചും കൂടി മനോഹരമായിരിക്കും കാണാനായിട്ട്. 2026 വെള്ളാട്ട് മഹോത്സവം മാർച്ച് 1-ന് അവസാനിച്ചു.